സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നിങ്ങൾ നിറം മാറുന്ന പല ജീവികളെയും കണ്ടിട്ടുണ്ടാവും. എന്നാൽ അതുപോലെ സ്വഭാവം മാറുന്ന ചില മനുഷ്യന്മാരുണ്ട്. അറിയും അതിൽപ്പെട്ട ചില സ്ഥാനാർത്ഥികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ഒരാൾക്ക് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അഥവാ വല്ല മന്ത്രിസ്ഥാനമോ MLA സ്ഥാനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇങ്ങനെ തലകെട്ട് കെട്ടിയ ആൾക്കാരൊന്നും കണ്ടുകൂടാ. കാരണം അത് അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡിന് യോജിച്ച ആളുകളൊന്നല്ല ഇങ്ങനെ തലകെട്ട് കെട്ടിയ ആൾക്കാർ. അതുകൊണ്ട് തന്നെ അങ്ങനെ തലകെട്ട് കെട്ടിയ ആളുകളെ ബഹുമാനിക്കുന്ന ആരെങ്കിലും ഇയാൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇയാൾ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ സഹിതം കാണിച്ചു തരാം. കേട്ടോ. ഒരു പാർട്ടിയല്ലേ, ഏതെങ്കിലും കോലിയന്മാര് അണ്ട് മുസ്ലിംമാര് ആരെങ്കിലും പോയപ്പോ ഓരെ പോയിക്കാട് എന്തിനാ ഈ തൊക്കണ്? നിങ്ങൾ CPM എന്നൊരു പാർട്ടിയല്ലേ, ഒരു അന്തസ് വേണ്ടേ? ഏറ്റവും ഭൂരിപക്ഷം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടിയല്ലേ. ഇല്ല മോദിയന്മാരെ പോയി തക്ക. പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യുന്നത്? പൗരത്വത്തിന് പോയി മൂപ്പിന് പള്ളിക്കാ കത്തിപ്പറ്റോടെ ഈ മോദിയന്മാരെ പിന്നെ നിങ്ങൾ നടക്കണം. എന്നാലും ഞങ്ങൾ സാറാവുള്ളൂ. 4 മോദിയന്മാരെങ്കിൽ നാളെ ഞങ്ങളെ ചീത്തറിയുമ്പോത്തിന് ഞാനും നാളെ വിദ്യാഭ്യാസ മന്ത്രി എനിക്ക് നിങ്ങളോട് കാര്യം പറയണം. നിങ്ങളൊരു നിലവാരമുള്ള മനുഷ്യൻ. മന്ത്രിന്റെ ഞാൻ സ്വറ്റായിട്ട് താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ മന്ത്രിന്റെ 2-3 സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വെച്ച് കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്വീകരിക്കാൻ വരികച്ചു. അപ്പോൾ 2 മോദിയന്മാർ വരുന്നു. അതിനങ്ങനെ ലിഫ്റ്റ് കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഞാൻ തന്നെ ബാക്കിൽ പോയി നോക്കി. ഉള്ളൊക്കെ മന്ത്രി അടിച്ചപ്പോൾ മന്ത്രിയുടെ പ്രൈവറ്റ് റൂമിൽ കൊണ്ട് എന്തിനാ ഇതൊക്കെ എന്താ ഇപ്പൊ നിങ്ങൾ കണ്ടത്? ഇത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് വല്ല സ്ഥാനം കിട്ടിയാൽ ഇങ്ങനെയാണ്. ഇനി ഇലക്ഷന്റെ മുമ്പോ, അതായത് സ്ഥാനം കിട്ടുന്നെങ്കിൽ ആരെങ്കിലും വോട്ട് ചെയ്യണമല്ലോ. അപ്പോൾ വോട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ തലകെട്ട് കെട്ടിയ ആൾക്കാരെ വോട്ടും ഇദ്ദേഹത്തിന് വേണം. അതിനെന്ത് ചെയ്യും? ഇദ്ദേഹം ഈ പറഞ്ഞ ഈ തൊക്കല് ഒക്കെ അദ്ദേഹം നടത്താറുണ്ട്. അങ്ങനെ ഇപ്പോൾ വളരെ തകൃതിയായിട്ട് ഇങ്ങനെ തൊക്കൽ നടക്കുന്നുണ്ട്. അത് കണ്ടുനോക്കൂ. PK ബഷീറിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റാണ്. ബഹുമാന്യനായ കാന്തപുരം ഉസ്താദിനെ സന്ദർശിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ തിരക്കിയ അദ്ദേഹം എല്ലാവിധ ആശീർവാദങ്ങളും നൽകി. ദേശാതിർത്തികൾ കടന്ന അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും പേരാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇത് ഉസ്താദിനെ കണ്ട് പോസ്റ്റ് ഇട്ടതാ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ടത് വടശ്ശേരി ഉസ്താദിനെയാണ്. AP ഉസ്താദിൻ്റെ ശിഷ്യൻ. ഈ ബഹുമാന്യനായ വടശ്ശേരി ഉസ്താദിനെ കണ്ടു. അദ്ദേഹത്തോട് ഏറെ നേരം സംസാരിച്ചു. മണ്ഡലത്തിലെ വികസന കാഴ്ചപ്പാടുകളും അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും തന്ന സ്നേഹത്തോടെയാണ് ഉസ്താദ് യാത്രയാക്കിയത്. ഇത് വടശ്ശേരി ഉസ്താദിനെ കണ്ട് ഇട്ട പോസ്റ്റാണ്. ഇങ്ങനെ നിരവധി ഉസ്താദുമാരെ കണ്ടിട്ട് അദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വളരെ സജീവമായിട്ട് എല്ലാ ഉസ്താദുമാരെയും ഉമ്മറ കയറി ഇറങ്ങുന്നുണ്ട്. അത് വേണ്ടതാണ്, അല്ലെങ്കിൽ സ്ഥാനം കിട്ടൂല. പക്ഷെ നിങ്ങളോട് പറയാനുള്ളത്, ഇതേയൊക്കെ ഒരു ബോധം ഇങ്ങനെ മന്ത്രി ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ MLA ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഞാൻ മന്ത്രി ആയത് എല്ലാവരുടെ വോട്ട് കിട്ടിയിട്ടാണെന്നുള്ളൊരു ബോധമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളൊക്കെ മന്ത്രി ആയാലും MLA ആയാലും ജനങ്ങളെ സേവിക്കുന്ന ആളുകളാണ്. ജനങ്ങൾക്കാണ് എപ്പോഴും സ്ഥാനം കൊടുക്കേണ്ടത്. അത് നിങ്ങളാളുകളാണെങ്കിലും ആരാളുകളാണെങ്കിലും. അതല്ലാതെ മന്ത്രി ആയപ്പോഴേക്കും എല്ലാവരെക്കാട്ടിലും മുകളിലായി കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള എല്ലാവരും എൻ്റെ കാലിൻ്റെ ചോട്ടിലാണ് അവർക്ക് സ്ഥാനം എന്നുള്ള ആ ഒരു നിലപാട് മാറ്റണം. ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല, വളരെ അർത്ഥവത്തായ ഒരു സീനിയർ രാഷ്ട്രീയ പ്രവർത്തകന്റെ ഒരു സംസാരം നമുക്കൊന്ന് കേൾക്കാം. പാർട്ടി തീരുമാനിച്ചുകൊണ്ട് മന്ത്രിയായതാണ്. ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ വലിയ പ്രമാണിയൊന്നും ആവില്ല. മന്ത്രി ജനസേവനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കേ ജനങ്ങളുടെ ഇടയിൽ തൃപ്തിയും പ്രാമുഖ്യവും ഉണ്ടാവും. അല്ലാതെ ഒരു മന്ത്രിയായ വലിയ പ്രമാണിയൊന്നും ആവണ്ട. മന്ത്രി ഇന്നലെ വരുന്ന കൈത്തോട് കുറിക്കാൻ ഇന്ന് മന്ത്രി ആയിരുന്നു വരും. കേട്ടാ, മന്ത്രി വരും പോവും. അതൊരു പ്രമുഖനൊന്നും ആവണ്ട, വിവരവും വേണ്ട മന്ത്രിക്ക്. ഇപ്പൊ മന്ത്രിക്ക് വേണ്ട സെക്രട്ടറി ജോലി ചെയ്തോളൂ. കേട്ടാ, ഒരു വിവരം കേട്ട മന്ത്രി ഇപ്പൊ എത്രയുണ്ട്?